ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 115 BAC ഡിഫോൾട്ട് ടാക്സ് റെജിമിനെ പറ്റിയിട്ടാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. കുറെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ സിമ്പിൾ ആണ്. മാത്രമല്ല നിങ്ങളുടെ എക്സാമിന് ഇത് ചോദിക്കുകയും ചെയ്യും. MCQ ആയിട്ടും വരാം, ടോട്ടലിംഗ് കമ്പ്യൂട്ടേഷനിലും വരാം. സോ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോ സ്ലാബ് റേറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ വിശദമായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്ലാബ് റേറ്റിനെ പറ്റിയിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, HUF ആയിക്കോട്ടെ, നിങ്ങളുടെ സ്ലാബ് റേറ്റിനെ പറ്റിയിട്ട് ഞാൻ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിരുന്നു. ഒന്ന് നോർമൽ സ്കീം അല്ലെ, നോർമൽ സ്കീം എന്താണ്? ആദ്യത്തെ 2,50,000 ബേസിക് എക്സംഷൻ ലിമിറ്റ് ആണ്, ടാക്സ് ഇല്ല. പിന്നെ വരുന്ന 2,50,000 തൊട്ട് 5,00,000 വരെ 20%, മോർ ദാൻ 5 lakh ആയാല് എത്ര ശതമാനം? 30%. ഇനി നിങ്ങൾ സീനിയർ ആണെന്നുണ്ടെങ്കിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് നേരെ എന്തായിട്ട് മാറും? 3 ലക്ഷമായിട്ട് മാറും. സൂപ്പർ സീനിയർ ആണെന്നുണ്ടെങ്കിൽ 5 ലക്ഷമായിട്ട് മാറും. ഇതൊക്കെ പഠിച്ചിരുന്നു. ഇതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല, ആദ്യത്തെ ക്ലാസ് മുതലേ പഠിച്ച കാര്യങ്ങളാണ്. സോ മാറ്റം വന്നിട്ടുള്ളത്, അമെന്റ്മെന്റ് വന്നിട്ടുള്ളത് സെക്ഷൻ 115 BAC ആണ്. സെക്ഷൻ 115 BAC ഡിഫോൾട്ട് ടാക്സ് റെജിം. ഇത് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണെന്ന് പറയാം, ഒരു ബെനിഫിറ്റ് ആണെന്ന് പറയാം. കാരണം സെക്ഷൻ 115 BAC ഞാൻ പറഞ്ഞിരുന്നു, ടാക്സ് റേറ്റ് എന്താണ്? കമ്പാരിറ്റീവ്ലി നോർമൽ സ്കീമിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി എന്താണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്? കുറവാണ്. ഓക്കെ, ഇവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് 3 ലക്ഷം. നിങ്ങൾ 3 ലക്ഷം വരെയാണ് ഇവിടെ എന്ത് ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ നോർമൽ സ്കീമിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി സെക്ഷൻ 115 BAC എന്താണ്? ടാക്സ് റേറ്റ് കുറവാണ്. മാത്രമല്ല, നിങ്ങൾ നോർമൽ ആയിക്കോട്ടെ, സീനിയർ ആയിക്കോട്ടെ, സൂപ്പർ സീനിയർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേ സ്ലാബ് റേറ്റ് ആണ് എന്ത് സെക്ഷൻ 115 BAC. ഇത്തരം ബെനിഫിറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് പറയാണ്, നിങ്ങൾക്ക് വേറെ ചില ഡിഡക്ഷൻസ് തന്നിട്ടില്ലേ? ഒരു എക്സാമ്പിളില് സാലറിയിൽ HRA ഒരു ലിമിറ്റ് വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നില്ലേ? അത് ഇവിടെ കിട്ടില്ല, സെക്ഷൻ 115 BAC ഓപ്റ്റ് ചെയ്തൊരു കിട്ടില്ല. പിന്നെ നിങ്ങൾ ബിസിനസ് PGBP ഇൻകം ഉള്ള ആൾക്കാർക്ക് സെക്ഷൻ 35AD എന്നാണ്, സെക്ഷൻ 35AD സ്പെസിഫൈഡ് ബിസിനസിന്റെ മേലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇവിടെ കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. അഡീഷണൽ ഡിപ്രീസിയേഷൻ സെക്ഷൻ 115 BAC ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഡിഡക്ഷൻ കിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾക്ക് നോർമൽ സ്കീം പ്രകാരം എടുക്കാൻ പറ്റിയിരുന്ന കുറെ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും, അതിൽ കുറെ കാര്യങ്ങളൊന്നും സെക്ഷൻ 115 BAC ഓപ്റ്റ് ചെയ്തവർക്ക് കിട്ടില്ല. കാരണം എന്താ? കാരണം ഇവിടെ കമ്പാരിറ്റീവ്ലി ടാക്സ് റേറ്റ് കുറവല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ ഡിഡക്ഷൻ ഒന്നും എടുക്കാതെ വേണമെങ്കിൽ ഈ ടാക്സ് റേറ്റിൽ നിങ്ങളുടെ ഓപ്ഷൻ ആണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അതേപറ്റി വിശദമായിട്ട് പറയാം. ഓക്കെ, നിങ്ങൾ ബിസിനസ് ഇൻകം ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് PGBP എന്ന് പറഞ്ഞ ഇൻകമേ ഇല്ലാന്ന് വിചാരിക്കാം. നിങ്ങൾക്കപ്പോ വേണമെങ്കിൽ ഇപ്പൊ ഈ വർഷം നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്യാം, അടുത്ത വർഷം 115 BAC ഓപ്റ്റ് ചെയ്യാം, പിറ്റത്തെ വർഷം നോർമൽ സ്കീം, അങ്ങനെ അങ്ങനെ മാറി മാറി ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് PGBP ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് PGBP ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ 115 BAC ഓപ്റ്റ് ചെയ്താല് സബ്സിക്വന്റ് ഇയറിൽ പിന്നെയുള്ള വർഷങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യണം? 115 BAC തന്നെ ആയിരിക്കണം, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്, നിങ്ങൾക്ക് PGBP ഇൻകം ഇല്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് മാറാം, ഓപ്റ്റ് ചെയ്യാം. ഓപ്ഷൻ ആണ്. ഇപ്പൊ ഇന്ന് നോർമൽ സ്കീം, നാളെ 115 BAC, നാളെ 115 BAC, മറ്റന്നാള് നോർമൽ സ്കീം, അങ്ങനെ പോകും. ഇനി നിങ്ങൾക്ക് PGBP ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിലോ, 115 BAC എടുത്തിട്ടുണ്ടോ, അന്ന് അത് തന്നെ ആയിട്ട് മുമ്പോട്ട് പോകണം, പിന്നെ ചേഞ്ച് ചെയ്യും. ഇതൊരു റൂൾ ഉണ്ടായാലും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. സോ 115 BACയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് എത്രയാണ്? കുറവാണ്, കമ്പാരിറ്റീവ്ലി കമ്പയറിംഗ് ടു നോർമൽ സ്കീം. ഓക്കെ, അപ്പൊ എന്താണെന്ന് നോക്കാം, വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, കുറെ കാര്യങ്ങളുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല എളുപ്പമാണ്, ഒറ്റ വട്ടം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. സോ അപ് ടു 3 lakh വരെയാണ് നിങ്ങളുടെ ഇൻകം എന്ന് വിചാരിക്കുക. ടോട്ടൽ ഇൻകം അപ് ടു 3 lakh വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കണോ? വേണ്ട, ഇല്ലാണ്, നിങ്ങൾ ടാക്സ് അടയ്ക്കണ്ട. പിന്നെ മോർ ദാൻ 3 lakh, നിങ്ങളുടെ ഇൻകം 3 ലക്ഷത്തിന് കൂടി, അപ് ടു 6 lakh, എത്ര ശതമാനം? 5%. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 3 ലക്ഷത്തിനേക്കാൾ കൂടി, പക്ഷെ 6 ലക്ഷം വരെയാണെന്നുണ്ടെങ്കിൽ 5%. ഞാൻ പറഞ്ഞിരുന്നു, ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓരോ 3 ലക്ഷത്തിനും 5% വെച്ച് ടാക്സ് റേറ്റ് കൂടി വരുന്നു അല്ലേ. അപ്പൊ നോക്കാം, മോർ ദാൻ 6 ലാഖും അപ് ടു 9 lakh വരെയാണെന്നുണ്ടെങ്കിലോ, 10%. ഇനി മോർ ദാൻ 9 ലാഖും പറയും അപ് ടു 12 lakh അല്ലെ, 12 lakh വരെയാണെന്നുണ്ടെങ്കിൽ എത്ര ശതമാനം? ഒരു 5% കൂട്ടാം, 15% അല്ലെ. ഇനി മോർ ദാൻ 12 ലാഖും അപ് ടു 15 lakh വരെയാണെന്നുണ്ടെങ്കിലോ, 15 ലക്ഷം വരെയാണെന്നുണ്ടെങ്കിലോ 20%, ഒരു 5% കൂട്ടി അല്ലെ. ഇനി ശ്രദ്ധിക്കാം, മോർ ദാൻ 15 lakh ആണെന്ന് വിചാരിക്കാം, 15 ലക്ഷത്തിനും കൂടിയാൽ 25 അല്ലേ ആവേണ്ടത്, 5 വെച്ച് കൂടുമ്പോ 25 അല്ലേ ആവേണ്ടത്, പക്ഷെ 30% ടാക്സ് റേറ്റ് അടയ്ക്കണം.
30%. ഓക്കെ, അപ്പൊ ഓരോ 3 ലക്ഷത്തിനും 5% ടാക്സ് റേറ്റ് കൂടി കൂടി വരും. പക്ഷെ ലാസ്റ്റ് 15 ലക്ഷത്തിനും കൂടിയാലോ 30% ടാക്സ് റേറ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. റേറ്റ് സെറ്റ് അല്ലേ? നോർമൽ ആയിക്കോട്ടെ, സീനിയർ ആയിക്കോട്ടെ, സൂപ്പർ സീനിയർ ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? പഠിച്ചോളൂ പഠിച്ചോളൂ, സെറ്റ് ആണ്, പ്രശ്നമില്ല. ഓക്കെ, ഇനി റിബേറ്റ് സെക്ഷൻ 878 റിബേറ്റ്. നമ്മള് നോർമൽ സ്കീമിൽ എന്താ പഠിച്ചിരുന്നത്? നോർമൽ സ്കീമില് നിങ്ങളുടെ ടോട്ടൽ ഇൻകം അപ് ടു 5 ലാക്ക് വരെയാണെന്ന് വിചാരിക്കുക. ടോട്ടൽ ഇൻകം അപ് ടു 5 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിബേറ്റ് 12,500 മാക്സിമം കിട്ടും. മാക്സിമം റിബേറ്റ് എത്രയാണ്? 12,500 കിട്ടും. ഇതാണ് നമ്മൾ നോർമൽ സ്കീമിൽ പഠിച്ചിട്ടുള്ളത്. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 115 BAC-യിലും പണ്ട് 5 ലാക്ക് തന്നെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അമെൻഡ് ചെയ്തു. 115 BAC-യില് പണ്ട് 5 ലക്ഷം തന്നെ ആയിരുന്നു, ഇപ്പൊ അമെൻഡ് ചെയ്തു. അമെൻമെന്റ് വന്നത് ഇതാണ്, നിങ്ങളുടെ ടോട്ടൽ ഇൻകം അപ് ടു 7 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിബേറ്റ് കിട്ടും. പണ്ട് പഠിച്ചിരുന്നത് നോർമൽ സ്കീമിൽ യാതൊരു മാറ്റമില്ല. പക്ഷെ നിങ്ങൾ 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകം അപ് ടു 7 ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിബേറ്റ് കിട്ടും. 12,500 അല്ല, 25,000 കിട്ടും. മാക്സിമം 25,000 കിട്ടും. ഇതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ 7 ലക്ഷം നിങ്ങളുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷം രൂപ വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം എന്താണ്? നിങ്ങൾ 115 BAC ആണ് ഓപ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷം രൂപ വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 115 BAC ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്ക് റിബേറ്റ് 878 പ്രകാരമുള്ള റിബേറ്റ് 25,000 രൂപ വരെയും കിട്ടും. നമുക്കത് പ്രൂവ് ചെയ്ത് നോക്കിയാലോ? പ്രൂവ് ചെയ്ത് നോക്കാം. എന്റെ ടോട്ടൽ ഇൻകം 7 ലക്ഷം ആണെന്ന് വിചാരിക്കാം. 7 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടെന്നല്ലേ പറഞ്ഞത്, അല്ലേ? പ്രൂവ് ചെയ്ത് നോക്കാം. എന്റെ ടോട്ടൽ ഇൻകം 7 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ലക്ഷത്തിന് ഞാൻ ടാക്സ് അടയ്ക്കണോ? ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് എത്ര ആയിരിക്കും? ഇല്ലായിരിക്കും, ഒരൊറ്റ അമൗണ്ട് ടാക്സ് അടയ്ക്കണ്ട. പിന്നെ വരുന്ന 3 ലക്ഷത്തിന് ഞാൻ ടാക്സ് അടയ്ക്കണോ? വേണം. എത്ര ശതമാനം? 5%. എത്ര വരും? 15,000. ഓക്കെ, പിന്നെ എത്ര ഉണ്ട്? പിന്നെ 3 ലക്ഷത്തിന് 3 ഉണ്ടോ? ഇല്ലല്ലോ. 6 ലക്ഷം ഓൾറെഡി കഴിഞ്ഞു. ഞാൻ 1 ലക്ഷം ഉള്ളൂ, അല്ലേ? ഈ 1 ലക്ഷത്തിന് എത്ര ശതമാനം? 10%. എത്ര വരും? 10,000. എന്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 10,000 പ്ലസ് 15,000 25,000 ആണ്. പക്ഷെ എന്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 7 ലക്ഷം വരെയല്ലേ ഉള്ളൂ. 7 ലക്ഷം വരെ അപ് ടു ടോട്ടൽ ഇൻകം അപ് ടു 7 ലാക്ക് വരെ ആണെന്നുണ്ടെങ്കിൽ 25% വരെ എന്ത് കിട്ടും? റിബേറ്റ് കിട്ടില്ലേ? അപ്പൊ റിബേറ്റ് കുറച്ചുകൂടെ. എത്ര കുറയ്ക്കാം? മാക്സിമം 25,000 കുറയ്ക്കാം. ഓക്കെയാണോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ 7 ലക്ഷം വരെയാണ് ഇൻകം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ട? ടാക്സ് അടയ്ക്കണ്ട. ഓക്കെ ആണോ? ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്റെ ഇൻകം 7,10,000 ആണെന്ന് വിചാരിക്കുക. എന്റെ ടോട്ടൽ ഇൻകം 7,10,000 ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ 3 ലക്ഷത്തിന് ഞാൻ ടാക്സ് അടയ്ക്കണോ? വേണ്ട, ഇല്ലാണ്. നന്നായി ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് തമാശല്ല. ഓക്കെ, പിന്നെ വരുന്ന 3 ലക്ഷത്തിനോ? 15,000 അല്ലേ? 5% വെച്ചിട്ട് 15,000. പിന്നെ എത്ര ഉണ്ട്? 1,10,000 ഇല്ലേ? 1,10,000 ഇല്ലേ? എത്ര? 10% എന്ന് പറയുമ്പോൾ 11,000. ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയായി? 26,000 ബേസിക് ടാക്സ്, അല്ലേ? പക്ഷെ ഒരു കാര്യം പറയട്ടെ, റിബേറ്റ് കിട്ടോ? ഇല്ല. 7 ലക്ഷത്തിനും കൂടുതലല്ലേ ടോട്ടൽ ഇൻകം? നിങ്ങളുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷത്തിനും കൂടുതലല്ലേ? റിബേറ്റ് കിട്ടോ? ഇല്ല. അപ്പൊ 26,000 മേലെ ടാക്സ് അടയ്ക്കണോ? വേണ്ട. അതെന്താ സാറേ എങ്ങനെ പറയുന്നത്? ഇവിടെ എന്ത് കിട്ടും? മാർജിനൽ റിലീഫ് കിട്ടും. ഇതാണ് അടുത്ത കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. എന്ത് കിട്ടും? മാർജിനൽ റിലീഫ് കിട്ടും. എന്താണ് സാറേ ഇവിടെ മാർജിനൽ റിലീഫ് ആയിട്ട് കിട്ടുക? നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച്, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷം വരെ ആയിരുന്നെങ്കിൽ, ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷം രൂപ വരെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കണമായിരുന്നു. വേണ്ടല്ലോ, റിബേറ്റ് 25,000 കിട്ടില്ലേ? പക്ഷെ ഒരു 10,000 രൂപ, വെറും ഒരു 10,000 രൂപ കൂടിയത് കൊണ്ട്, 10,000 രൂപയ്ക്ക് നമുക്ക് വില ഉണ്ട്, പക്ഷെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വിലയില്ല. ഓക്കെ, 10,000 രൂപ, ചുമ്മാ ഒരു 10,000 രൂപ കൂടിയത് കൊണ്ട് നിങ്ങൾ 26,000 രൂപ ടാക്സ് അടയ്ക്കുന്നില്ലേ? നിങ്ങളുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷം രൂപ വരെയാണെന്ന് ടാക്സ് അടയ്ക്കണോ? വേണ്ട. പക്ഷെ ഇവിടെ വെറും 10,000 രൂപ കൂടിയോണ്ട് നിങ്ങൾ 26,000 രൂപ ടാക്സ് അടയ്ക്കേണ്ടവരാണ്, അല്ലെ? അപ്പൊ ഗവൺമെന്റ് പറയാണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒരു മാർജിനൽ റിലീഫ് എടുത്തോളൂ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് സാറേ മാർജിനൽ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുക? സിമ്പിൾ ആണ്. MR ഈക്വൽ ടു മാർജിനൽ റിലീഫ് ഈക്വൽ ടു ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എടുക്കാം.
ടാക്സ് ഓൺ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്ത് കുറയ്ക്കുക? എക്സസ് ഓഫ് 7 lakh കുറയ്ക്കാം. ഓക്കെ, ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഇതിൽ എത്രയാണ്? 26,000 അല്ലേ? 26,000 അല്ലേ? സോ ഒരു കാര്യം കൂടി പറയാനുണ്ട്. മാർജിൻ റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞു നോക്കുക, മാർജിൻ റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർമുല ഇതാണ്: ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എടുക്കുക, ലെസ് എക്സസ് ഓഫ് 7 lakh എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫിഗർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർജിൻ റിലീഫ് കിട്ടും. എന്താ കമ്പ്യൂട്ടേഷനോട് വേണ്ട ഫുള്ള് എന്ത് ചെയ്യാൻ പഠിക്കാം. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സസ് ഓഫ് 7 lakh എന്ത് ചെയ്യാം? കുറയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫിഗർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർജിൻ റിലീഫ് നിങ്ങൾക്ക് എടുക്കാം, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർജിൻ റിലീഫ് എടുക്കാൻ പറ്റില്ല. ഓക്കെ ആണോ? ഇത്രയും പഠിക്കാനുള്ളൂ. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾ ടോട്ടൽ ഇൻകം പ്രകാരം ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് 26,000 അല്ലേ? അല്ലേ? ദയവായിരുന്നു 26,000. നിങ്ങൾ ഇങ്ങനെ നോക്കിയത് കണ്ടില്ലേ? 26,000. എക്സസ് ഓഫ് 7 lakh എത്രയാ? 7 lakh എത്ര കൂടി? 10,000 കൂടിയില്ലേ? അപ്പൊ 10,000 എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇതല്ലേ അതിന്റെ ഫോർമുല. നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ? എത്ര കിട്ടുന്നത് പോസിറ്റീവ്? എത്ര കിട്ടുന്നത്? 16,000 കിട്ടുന്നില്ലേ? 16,000 കിട്ടുന്നില്ലേ? 16,000 കിട്ടുന്നില്ലേ? ഓക്കെ, ഇതാണ് എന്ത് നിങ്ങളുടെ മാർജിൻ റിലീഫ്. അപ്പോ ഇവിടെ മാർജിൻ റിലീഫ് ആയിട്ട് എത്ര എടുക്കാൻ പറ്റും? 16,000 എടുക്കാം. 16,000 കുറയ്ക്കുമ്പോൾ എത്ര വരും? 10,000 വരും. ഇതാണ് എന്ത് നിങ്ങളുടെ ബേസിക് ടാക്സ്. ഇതിന്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്തോളൂ? സെസ് കൂട്ടിക്കോളൂ. ഓക്കെ ആണോ? അപ്പൊ എന്തായിരുന്നു നിങ്ങള് 7 ലക്ഷം വരെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണ്ട. പക്ഷെ നിങ്ങളുടെ ഇങ്ങനെ 7,10,000 അല്ലേ? 10,000 രൂപ കൂടിയെന്ന് 26,000 രൂപ ടാക്സ് തരുന്നില്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്തോളൂ? മാർജിൻ റിലീഫ് എടുത്തോളൂ. എങ്ങനെയാണ് മാർജിൻ റിലീഫ് എടുക്കുക? ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എത്രയാണ്? 26,000. അതിൽ നിന്ന് എക്സസ് ഓഫ് 7 lakh കുറയ്ക്കുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് ഫിഗർ അല്ലേ? 16,000 അല്ലേ? 10,000 കുറയ്ക്കുമ്പോൾ 16,000 കിട്ടുന്നത്. അത് മാർജിൻ റിലീഫ് ആയിട്ട് എടുക്കാം. മാർജിൻ റിലീഫ് ആയിട്ട് കുറയ്ക്കുമ്പോൾ ബാക്കി വരുന്ന 10,000 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് അടച്ചാൽ മതി. ഇതൊക്കെയാണോ? സോ ഇതിൽ വരുന്ന മാർജിൻ റിലീഫ് ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെച്ചോളൂ. എക്സാമ്പിൾ സഹിതം എഴുതി വെച്ചോളൂ. എഴുതാം, ഇതും എഴുതാം. പോസ് ചെയ്തിട്ട് എഴുതി വെച്ചോളൂ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കും. MCQ ആയിട്ട് ചോദ്യം വരും. നിങ്ങൾ നോക്കിക്കോ, MCQ ആയിട്ട് ചോദ്യം വരും. ഒന്നല്ലെങ്കിൽ CQ അല്ലെങ്കിൽ CPQ, രണ്ടിനും വരും. ശ്രദ്ധിക്കാം. ഇനി സർചാർജ് വരുന്നത് നിർമ്മലാജി ഇവിടെയും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഓക്കെ, അപ് ടു 50 lakh വരെയാണെന്നുണ്ടെങ്കിൽ സർചാർജ് വരുമോ? അപ് ടു 50 lakh വരെയാണെന്നുണ്ടെങ്കിൽ സർചാർജ് നില്ലാണ്. മോർ ദാൻ 50 lakhും അപ് ടു 1 CR ആണെന്നുണ്ടെങ്കിൽ സർചാർജ് എത്രയാണ്? 10%. മോർ ദാൻ 1 CRും അപ് ടു 2 CR വരെയാണെന്നുണ്ടെങ്കിൽ സർചാർജ് 15%. ഓക്കെ, ഇനി മോർ ദാൻ 2 CR ആണെന്നുണ്ടെങ്കിൽ സർചാർജ് 25%. ഓക്കെ, അപ്പൊ മാക്സിമം സർചാർജ് 25%. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാലേ, നോർമൽ സ്കീം ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നോർമൽ സ്കീം ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം സർചാർജ് 37% അല്ലേ? മാക്സിമം സർചാർജ് എന്ന് പറയുന്നത് 37% അല്ലേ? നിങ്ങൾ 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം സർചാർജ് എത്ര വരുന്നത്? 25% വരുന്നത്. വേണ്ടല്ലേ? സർചാർജിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിലീഫ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരുപാട് റിലീഫുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. കമ്പ്യൂട്ടേഷനിൽ ഇത്രയേ ഉള്ളൂ. ഇനി ആകെ എടുക്കാനുള്ളത് ചില ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്നാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.